കുവൈറ്റിലുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതായി വാർത്ത വന്നിരുന്നു. ഇപ്പോൾ അത് മധ്യപ്രദേശ് സ്വദേശിയാണെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. മൻസൂർ അഹമ്മദ് റഹ്മാൻ എന്ന മധ്യപ്രദേശ് സ്വദേശി, അദ്ദേഹത്തിന് 55 വയസ്സുണ്ട്. അദ്ദേഹമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. കുവൈറ്റ് എയർപോർട്ടിൽ ഉൾപ്പെടെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. അതിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മധ്യപ്രദേശ് സ്വദേശിയായ മൻസൂർ അഹമ്മദ് റഹ്മാൻ. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, വിവരങ്ങൾ. ഉന്മേഷ്, കുവൈറ്റ് എയർപോർട്ടിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സ്വദേശിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൻസൂർ അഹമ്മദ് റഹ്മാൻ മധ്യപ്രദേശ് സ്വദേശിയാണ്. ഇയാൾക്ക് 55 വയസ്സുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ എന്തായാലും മലയാളികൾ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഇങ്ങനെ പടരുന്നുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും കൊല്ലപ്പെട്ടയാൾ മലയാളിയല്ല എന്നുള്ള വിവരം നമുക്ക് സ്ഥിരീകരിച്ച് തന്നെ പറയാൻ പറ്റും. അത് പല തരത്തിലുള്ള റൂമറുകൾ പടരുന്നുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ ഈ സ്വദേശം അദ്ദേഹം കേരള സ്വദേശിയാണ്, മലയാളിയാണ് എന്നുള്ളതൊക്കെയും വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ത്യൻ സ്വദേശി, അദ്ദേഹത്തിന്റെ പേര് മൻസൂർ അഹമ്മദ് റഹ്മാൻ എന്നാണ്. ഒപ്പം തന്നെ മധ്യപ്രദേശ് സ്വദേശിയാണ്. 55 വയസ്സ് പ്രായമുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് 6 ആശുപത്രികളിലായാണ് നിലവിൽ പരിക്കേറ്റവർ ചികിത്സയിലുള്ളത്. പരിക്കേറ്റവരുടെ എണ്ണം 63 എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതും സ്ഥിരീകരിച്ച് തന്നെ പറയാൻ കഴിയുന്നുണ്ട്. ഫർവാനിയ, ജഹ്റ, അദാൻ, ഒപ്പം തന്നെ അമീരി, സബാഹ്, മുബാറക് അൽ കബീർ, ഇത്രയും ആശുപത്രികൾ, ഇങ്ങനെ 6 ആശുപത്രികളിലായിട്ടാണ് ഇപ്പോൾ പരിക്കേറ്റവർ ചികിത്സയിലുള്ളത്. ഒപ്പം തന്നെ 7 പേരെ അടിയന്തര സർജറിക്ക്, ശസ്ത്രക്രിയയ്ക്ക് ഒക്കെയും വിധേയരാക്കിയിട്ടുണ്ട്. നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചെറിയ പരിക്കുകളേറ്റവരെയും ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വിവരവും ഔദ്യോഗികമായി കഴിഞ്ഞ മിനിറ്റുകളിൽ പുറത്തു വന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. കൊല്ലപ്പെട്ടത് മധ്യപ്രദേശ് സ്വദേശിയാണ്. മൻസൂർ അഹമ്മദ് റഹ്മാൻ എന്നാണ് പേര്. 55 വയസ്സുകാരനാണ്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.